സന്നിധാനത്ത് ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഏറ്റുവാങ്ങുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ₹1,00,000 നമ്മുടെ പുരസ്കാര തുക. അതുകൂടി ആദരണീയനായ മന്ത്രി നിരവധി ആളുകളുടെ സാന്നിധ്യത്താൽ മഹിതമാണ് നമ്മുടെ ചടങ്ങ്. ഈ ചടങ്ങിൽ ആശംസ നേരാൻ എല്ലാവരും ആ നിലയിൽ യോഗ്യരാണ്. എല്ലാവർക്കും വേണ്ടി ആശംസ നേരാൻ നിയമസഭയിലെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട KU ജിനീഷ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രിയങ്കനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, പുരസ്കാര സമർപ്പണം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച ആദരണീയനായ കേരളത്തിൻ്റെ ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ, തമിഴ്നാടിൻ്റെ ഹിന്ദുമത ധർമ്മ സ്ഥാപന വകുപ്പ് മന്ത്രി ഏറ്റവും ആദരണീയനായ ശ്രീ PK ശേഖർ ബാബു, വേദിയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ, അതിലെല്ലാം ഉപരിയായി ഈ അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങുന്ന ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവറുകൾ, അയ്യപ്പ ഭക്തർ, ബഹുമാന്യരെ, ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച എല്ലാവരും സംസാരിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ കരങ്ങളിലേക്കാണ് ഇത്തവണത്തെ ഹരിവരാസനം അവാർഡ് ദേവസ്വം വകുപ്പ് മന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടേത്. സംഗീതത്തിൻ്റെ ലോകത്ത് നിരവധി സംഭാവനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിലെല്ലാം അപ്പുറം അയ്യപ്പ ഭക്തരുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന നിരവധി അയ്യപ്പ ഭക്തി ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഇനിയും ധാരാളം സംഭാവനകൾ സംഗീതത്തിൻ്റെ ലോകത്ത് നൽകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ മറ്റൊരു നിലയിലുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ആദരണീയനായ ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാവരും സൂചിപ്പിച്ചു, നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഈ വേദിയിൽ തന്നെയുള്ള തമിഴ്നാടിൻ്റെ വകുപ്പ് മന്ത്രി കഴിഞ്ഞ 50 വർഷക്കാലമായി എല്ലാ വർഷവും അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഈ ശബരിമലയിൽ വരുന്ന ഒരു വ്യക്തി.